ഡാഡീനെ വിളിച്ചിട്ട് പറയുകയാണ്, ഡാഡി ഞങ്ങളില്ലാതെ നാട്ടിൽ വന്ന് അടിച്ചു പൊളിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ ഡാഡി കുറച്ചൊക്കെ തൂത്തിട്ടിട്ട് പോയതാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മുറിയിലൊക്കെ ഭയങ്കര പൊടി. പിള്ളേരുടെ അപ്പോയിൻമെന്റുകളൊക്കെ നമ്മൾ നേരത്തെ എല്ലാം ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. കുളിച്ച് ഒന്ന് പണിയാനുണ്ട്. അപ്പം ഞാൻ എന്തായിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് നോക്കിയേച്ചെന്താ പോവുക. മഴയൊക്കെ ഗുഡ് മോർണിംഗ്. ഇന്ന് വീഡിയോ എടുക്കണ ആള് മാറി. ഞങ്ങൾ നാട്ടിലാണ്, നല്ല കോലത്തിലാണ്. അത്യാവശ്യമായിട്ടൊരു ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റ് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി വന്നപ്പോഴേക്കും ഏകദേശം സമയം കഴിഞ്ഞു പോയി. ചെല്ലുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഓട്ടപ്പാച്ചില. കുഞ്ഞമ്മി, അമ്മച്ചി, അമ്മി എല്ലാവരും ഉണ്ട്. ദീവണ്ണൻ ഓടിക്കുന്ന. ഞങ്ങൾ ഡാഡി വീട്ടിലാണ്. ഡാഡി എവിടെ ആഘോഷിക്കുന്നു, ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നു. ചെറിയ കാറില് വലിയ കാറില് സഞ്ചരിക്കും. ന്യൂ ജനറേഷൻ ഡാഡി ഇല്ല. നമ്മള് ഇടയ്ക്കേക്കടെ കുറച്ച് വഴിയൊക്കെ കാണണ്ടേ. നാടിന്റെ പച്ചപ്പും കരുതാവോ. നമ്മള് ഡോക്ടേഴ്സിന്റെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ മുടക്കി, കാശൊക്കെ മുടക്കി മെഡിസിനൊക്കെ മേടിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പൊ ഇതുകൊണ്ടെങ്കിലും ഒരു എഫക്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് നമ്മള് വൈകുന്നേരം കൊട്ടാരക്കൊക്കെ തിരിച്ചോ ഇല്ലേ അമ്മച്ചേ? അത് ഞാൻ കൊണ്ടുപോയി. അപ്പൊ കുഞ്ഞുമ്മി എല്ലാരും സെറ്റായിട്ടിരിക്കുക. അത് കൊണ്ട് വണ്ടി അടിയത്. ഞങ്ങള് ഇനി എവിടെയൊക്കെ നിർത്തി പുട്ടടിക്കണം. ഭയങ്കര ചൂടാണ്. മഴ നമ്മൾ വന്നേപ്പിന് മഴയൊന്നും പെയ്തില്ല അല്ലേ? എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ഒന്ന് ചാർന്നുണ്ടോ. പിന്നെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല ചൂടാണ്. ട്രാഫിക്കും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ആകെ ലേറ്റ് ആയിട്ടാ പോയത്. എന്നാലും കുഴപ്പമില്ലാതെ എത്തി. ഓണത്തിന് പോവാന്ന് തോന്നുന്നു. പിള്ളേര് സ്കൂളിലൊക്കെ ഓണപരിപാടിക്കാന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ഇങ്ങനെ കൊട്ടോടെ ബ്ലൗസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് ഇല്ലേ? കൊറേ പിള്ളേര് മുല്ലപ്പൂക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഒരു ടൈം. അമ്മ ഞങ്ങള് പോവുക. കൊട്ടാരക്കരക്ക് ടാറ്റ പറഞ്ഞു പോവുക. അമ്മയൊക്കെ കോലം കെട്ടിയിരിക്കുന്നു. ചൂട് ഭയങ്കര ചൂട്. നമ്മള് കൊട്ടാരക്കരക്ക് തിരിച്ചു പോകാൻ പോവാന്ന്. ഇപ്പൊ പോണ വഴിക്ക് വീട്ടിൽ നിന്ന് കയറി വെച്ചും പോവാ. ഇപ്പൊ നമ്മള് അമ്മയും അപ്പയൊക്കെ ഇവിടെ വാടക വീട്ടിട്ട് മാറി കേട്ടോ. ഒരു ചെറിയ എന്താ പറയുക, ഒരു മെയിൻ്റനൻസ് പണിയും ഒരു മുറി കൂട്ടിയെടുക്കലും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇവിടെ തുടങ്ങിയൊക്കെ തറയൊക്കെ ഇട്ട് എല്ലാം പൊളിച്ചൊക്കെ ഇട്ടേക്ക്. ഇനി പൊളിച്ച് ഒന്ന് പണിയാനുണ്ട്. അപ്പം ഞാൻ എന്തായിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് നോക്കിയേച്ചെന്താ പോവുക. മഴയൊക്കെ കാരണം പാതി വഴിക്ക് നിന്നേക്കുക. അതാണ് മുന്നിലൊരു മുറിയും ഒരു ബാത്റൂമും ഒക്കെ ആക്കി ഒരു ചെറിയൊരു റിനോവേഷൻ എന്ന് പറയാം. അതിൻ്റെ പരിപാടിയിലാണ് നമ്മ വീട്. നമ്മളങ്ങനെ എവിടെയോ എങ്ങടോ എത്തി. കറങ്ങി 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 ഇനി ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അത് തന്നെ, ശുങ്കുവിന്റെ മീൻ ഇപ്പോഴും ചത്തിട്ടില്ല. കുപ്പിയിൽ സുരക്ഷിതമായിട്ടുണ്ടെന്ന് ശുങ്കു ഇടയ്ക്കിടയ്ക്ക് പ്രാണവായു ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു റോഡില്. കുഞ്ഞമ്മി ഡാഡിക്ക് ഹേ പറ. കുഞ്ഞമ്മി ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മന്തി കഴിക്കാൻ കയറുന്നു. മന്തി ഹാഫ് ഹൽപ്പ മന്തി അല്ലാതെ ഹാഫ് കുഴിമന്തി. അതാണ് ശുങ്കു. ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇവിടെ മന്തി കഴിക്കാൻ കയറി. ശുങ്കു ഡാഡീനെ വിളിച്ചിട്ട് പറയുകയാണ്, ഡാഡി ഞങ്ങളില്ലാതെ നാട്ടിൽ വന്ന് അടിച്ചു പൊളിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ ഡാഡി ഇല്ലാതെ അടിച്ചു പൊളിക്കാന്ന് നമ്മൾ മന്തി ഓർഡർ ചെയ്തു. മന്തി കുഞ്ഞമ്മി മയോണൈസിൽ മുക്കി ക്യാരറ്റ് തിന്നത്. ചിക്കനും ക്യാരറ്റും മന്തി കഴിക്കുന്ന എല്ലാവരും മന്തിയൊക്കെ കഴിച്ച് സെറ്റായി. അൽഫാ മന്തി, സാദാ മന്തി. ഡ്രിങ്ക്സ് പറഞ്ഞു. കുഞ്ഞുമണിക്ക് ശുങ്കുവിന് ഒരു ശാർജ ഷേക്കും ഞാനും മമ്മി ഒരു പൈനാപ്പിൾ ജ്യൂസും ദീപണ്ണൻ മിൻറ്റ് ലൈമോ. ശുങ്കു അടിച്ച്. ശുങ്കു കൊള്ളാവോ? അടിപൊളിയാണോ?
കുഞ്ഞുമണി അമ്മച്ചി മന്തി നിന്ന ഗ്യാപ്പിൽ അമ്മച്ചിയുടെ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് അതിൽ ലെമൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നു. കുഞ്ഞമ്മി അതെന്തുവാ? ലെമണാണോ? ഒരു രക്ഷയില്ല. കുഞ്ഞമ്മയും ശുങ്കും മന്തി കഴിച്ചിട്ട് ആണ്ട് പേര് പോയി. വണ്ടി 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 ബാ അത് അമ്മ വെച്ചേരാം. ശുങ്കും ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുക വീട്ടിട്ട്. ഇനി ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുണ്ടാവും അടൂരിന്ന്. ബാ അങ്ങനെ ഫൈനലി ഞങ്ങൾ കൈപ്പന്റെ ചായക്കടയിൽ വന്നിരിക്കുന്നു. ഉപ്പച്ച അവിടെ നിന്ന് കൈ കാണിക്കുന്നു. ഉപ്പച്ചി അയ്യോ എനിക്ക് ഇവിടെ വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല കയ്യില്. ചുങ്കു വെയിറ്റ് ആണ്ട ഉപ്പച്ചി മക്കളും കൊച്ചു മക്കളും സന്തോഷം. ഇവിടം വരെ എത്തിച്ച സന്തോഷം. ഭയങ്കര സ്നേഹപ്രകടനം. കരയുന്നു. ഓരെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. എന്തുവാ ചാച്ചനെ റബേക്കയ്ക്ക് ബലൂണൊക്കെ മേടിച്ചുകൊണ്ട് മീന എടുത്തോണ്ടാണോ കുഞ്ഞമ്മയെ തള്ളിയിടും. അമ്മയുടെ മകന്റെയോ സ്നേഹപ്രകടനം. നീ നരച്ചല്ലോടെ രാവിലെ. നീ നരച്ചല്ലോ. നീ മാത്രം നരയ്ക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നീ പൂർത്തിയായി. എല്ലാരും നരച്ച്. അല്ല നീ ശരിക്കും നരച്ച്. ഇപ്പൊ നേരത്തെ നിനക്ക് നരയുണ്ടായിരുന്നില്ല. ഇപ്പഴും നരച്ച്. ഐസായി ആൽപ്പൊക്കം പുല്ല ഇല്ലേ. ആരെങ്കിലും ഒന്ന് കൂട്ടി ശരിയാക്കണല്ലോ. കുഞ്ഞമ്മി ഇത് ആരുടെ ബീതാ? നമ്മൾ ഫൈനലി വീട്ടിലെത്തി. അത്യാവശ്യം നല്ല ബോഡിയുണ്ട്. ആരെയൊക്കെ ഒന്ന് കൂട്ടി ക്ലീൻ ചെയ്യുമെന്നൊക്കെ വിചാരിച്ച പക്ഷെ നടന്നില്ലൊന്നും. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു മുറി അവർ രാവിലെ ആൻസി വന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ തൂത്തിട്ടിട്ട് പോയതാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മുറിയിലൊക്കെ ഭയങ്കര പൊടി പിള്ളേരൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ ഒരു ബെഡ്റൂം മാത്രം ഒന്ന് തൂത്ത് തുടച്ചെടുത്ത് എല്ലാവരും ഇവിടെ കിടന്നിട്ട് നാളെ ആരെങ്കിലും കൂട്ടി ഒന്ന് വൃത്തിയാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം സൈനിങ് ഓഫ്. അത് തന്നെ. ഇപ്പൊ വീഡിയോ ഞങ്ങൾ എടുക്കുന്നതിനും പണ്ടത്തെ ഡാഡിയുടെ വീഡിയോയുടെ ക്ലാരിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അവിടുന്ന് മുക്കും മൂലയും വാലൊക്കെ ആയിരിക്കുന്നത്. എന്നാലും നമ്മള് സന്തോഷത്തിലിരിക്കുന്നത് നമ്മളെല്ലാവരുടെ കൂടെ കുറച്ചൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഡാഡി വീട്ടിൽ പാവം ഒറ്റയ്ക്കാണ്, സങ്കടമാണ്, ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും സ്റ്റിൽ 10 ദിവസം 10 days വേഗം പോകും അല്ലേ? 10 days. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അതെന്തുവാ? എന്താ? അതൊന്നുമില്ല. തൂക്കട്ടെ പൊടി തൂക്കട്ടെ. കിടക്കണ്ടേ? ഇല്ല. രാത്രി ഇവിടെ വയ്യാണ്ട് വന്ന് എവിടെയെങ്കിലും കിടന്നാ പിന്നെ എല്ലാത്തിനെയും കുളിപ്പിച്ചിറക്കി വിട്ടപ്പോ തറയിൽ സീറ്റ് വിരിച്ചതേ കിടക്കുന്നത്. ഇവിടെ കളിക്കുന്നു, ഭയങ്കര കളിയാ ഒക്കെ കൂടി. കാലിടിച്ച് മൊയലാളിയുടെ കാലിടിച്ച് അമ്മച്ചി താണ്ടേ ഇരിക്കുന്നു, കുഞ്ഞമ്മ താണ്ട കളിക്കുന്നു. ശുങ്കുവിന്റെ ബട്ടക്സ് മാത്രമേ കാണുന്നുള്ളൂ. മോന്തേലും മാന്തി പൊളിച്ചത്. മതി, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ കേട്ടാ. നമ്മളിവിടെ ഉണ്ട്. പിള്ളേരും അവരെല്ലാവരും കിടന്നു. എനിക്ക് കുറച്ച് മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫയലൊക്കെ അയച്ചു തന്നു. ഞാനും ഇന്ന് വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സോഫയിൽ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഒരു സിനിമ കണ്ടു. 1.5 സിനിമ കണ്ടു. എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു പരിപാടി എല്ലാം. ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കഴിച്ച്
കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ മമ്മിയല്ല അഞ്ചുമൊക്കെ മമ്മിയൊക്കെ നാട്ടിക്കുമല്ലേ. അപ്പോൾ അന്നേരം അഞ്ചുമൊക്കെ വരുന്ന സമയം കൊണ്ട് ഒരു 2 കിലോയെങ്കിലും കുറയ്ക്കണമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഫുഡ് അടിയൊക്കെ കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എക്സസൈസൊക്കെ ചെയ്തു. ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്തു, ഫുഡ് അടി നിയന്ത്രിച്ചു, സെറ്റാകണം. കുറച്ച് വെയിറ്റ് ആക്കണം. കഴിഞ്ഞ കുഞ്ഞുമണിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാനൊരു 4-5 കിലോ കുറച്ചായിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നെ ആ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം അത് നേടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. നാളെ എനിക്ക് ഡ്യൂട്ടിയുണ്ട്. അപ്പം നാട്ടിലെ അവരുടെ വിശേഷങ്ങളൊക്കെ കാണാം അടുത്ത വ്ളോഗിൽ. ഇനിയിപ്പോൾ അടുത്ത വീട്ടിലെ വിശേഷങ്ങളാണല്ലോ മൊത്തം. നാടൻ വിശേഷങ്ങളുമായി കൈപ്പൻസ് വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, കൈപ്പൻസ്. രാത്രി 10 മണിയാവുമ്പോൾ ഉറക്കമോട് വരുന്നത്. രാവിലെ ആകുമ്പോൾ എഴുന്നേക്കുവാന്ന് ചാടി. സാറിന് ഞാൻ 6 മണി 6:30 ആകുമ്പോൾ, പക്ഷെ ഇപ്പം 2-3 ദിവസമായിട്ട് നേരത്തെ അങ്ങ് എഴുന്നേക്കുക. എന്തോ രാവിലെ തൊട്ട് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ആയിരിക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. രാവിലെ 5 ഹോസ്പിറ്റലിൽ പോയ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ മൈഗ്രെയിൻ്റെ കാണിക്കാൻ വേണ്ടി പോയതാണ്. അത് ഭയങ്കര പാടാണ്. നമ്മൾ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ പ്രാവശ്യം നല്ലൊരു രാജഗിരി ഹോസ്പിറ്റലിൽ പോയതാണ്. അവിടുത്തെ ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അവിടെ പോയി ഡോക്ടറെ കാണിച്ച് പുതിയ മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കണ്ണ് കാണിക്കണം. അങ്ങനെ ഓരോ പരിപാടികളാണ്. നാട്ടിൽ പോകുമ്പോൾ അതെല്ലാം നേരത്തെ അപ്പോയിൻമെൻറ്റുകളൊക്കെ നമ്മൾ നേരത്തെ എല്ലാം ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം നമുക്കിവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടല്ലേ. അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ 2-3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ എല്ലാം കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളിവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ മീൻസ് ഇപ്പം നമുക്ക് മെയിനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് മൈഗ്രെയിൻ. അപ്പോൾ അതിൻ്റെ നമ്മൾ പലയിടത്തും പല ആയുർവേദവും പല പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കുറവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഹോപ്പ്ഫുള്ളി പ്രാവശ്യമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ പുതിയൊരു ഡോക്ടറെ കണ്ട് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് സെറ്റാക്കി അവർ പോയി കണ്ടു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനാണ് രാവിലെ അവരവിടെ പോയത്. അതിനുശേഷം നേരെ എറണാകുളത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി. കൊട്ടാരക്കരയിൽ ചെന്നിട്ട് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് നമ്മുടെ ഗാർഡനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് ആൾക്കാർക്ക്, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ളത് പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ ദൂരെ നിന്ന് വരുന്ന, വിദേശത്ത് നിന്ന് വരുന്ന മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട്. ഇനി എന്തെങ്കിലും കമൻറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.